തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും അരളിപ്പൂ ഉപയോഗത്തിന് നിയന്ത്രണം ഉത്തരവ് ഇറക്കാൻ ദേവസ്വം കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദത്തിലുമൊക്കെ അരളിപ്പൂ ഉണ്ടാകുന്നത് ദോഷം ചെയ്യും എന്നുള്ളൊരു സാഹചര്യമാണല്ലോ ഇപ്പോ നിലവിലുള്ളത്. അപ്പൊ ആ സാഹചര്യത്തിൽ മലബാറിലെ ക്ഷേത്രങ്ങളിലും അരളിപ്പൂവിന്റെ ഉപയോഗം നിരോധിക്കുകയാണ്. അത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറങ്ങും. അതിനുവേണ്ട നിർദ്ദേശം ദേവസ്വം കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. ദീപക് ധർമ്മടമുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ദീപക്, അരളിപ്പൂ സംബന്ധിച്ച് ആശങ്ക പടരുന്നതിനിടയിലാണ് പുതിയ തീരുമാനം മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. എന്ന് മുതലായിരിക്കും ഈ നിരോധനം? ഗോകുൽ, അത് തന്നെയാണ്. അരളിപ്പൂ വിഷാംശം ഉണ്ട്. അത് പ്രസാദത്തിൽ, പ്രത്യേകിച്ച് പായസത്തിന് മുകളിൽ ഉൾപ്പെടെ ഈ അരളിപ്പൂ നേദ്യം വെച്ചുകൊണ്ടുള്ള പ്രസാദ വിതരണം നടക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക അകറ്റുന്നതിൻ്റെ ഭാഗമായാണ് അടിയന്തര പ്രാധാന്യത്തിൽ തന്നെ മലബാർ ദേവസ്വം ബോർഡ് അരളിപ്പൂവിന് നിരോധനം ഏർപ്പെടുത്തുന്നത്. തത്വത്തിൽ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. അത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറങ്ങും. അടിയന്തര പ്രാധാന്യത്തിൽ തന്നെ ഈ അരളിപ്പൂവിൻ്റെ ഉപയോഗം ക്ഷേത്രത്തിലെ പൂജയ്ക്കും നിവേദ്യം സമർപ്പണത്തിനും ഉപയോഗിക്കുന്ന അടിയന്തര പ്രാധാന്യത്തിൽ നിർത്തലാക്കുകയാണ്. നിരോധന ഉത്തരവ് നാളെ ഇറങ്ങുമെങ്കിലും നിരോധനം തത്വത്തിൽ പ്രായോഗികമായി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ താഴേക്കിടയിലേക്ക് ദേവസ്വം ബോർഡ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗോകുൽ, ശരി. ദീപക് ധർമ്മണാണ് വിശദാംശങ്ങൾ നൽകിയത്. അരളിപ്പൂവിൽ വിഷാംശമുണ്ട് എന്ന ആശങ്കയ്ക്കിടെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ മലബാർ ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ ഉപയോഗം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കാൻ ഒരുങ്ങുന്നത്.